വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള തിരുവചന ഭാഗം. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ. ഈശോമിശിഹ പറഞ്ഞ ഉപമകളിൽ പേരെടുത്തു പറയുന്ന ഒരേയൊരു ഉപമയാണ് ധനവാന്റെയും ലാസറിൻ്റെയും. ഇവിടെ ലാസറിൻ്റെ പേര് ഉപമയിൽ കടന്നു വരുന്നുണ്ട്. മറ്റൊരു ഉപമയിലും ഈശോ ആരുടെയും പേര് പറഞ്ഞതായിട്ട് നാം കാണുന്നില്ല. ഈ ധനവാനും ലാസറുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാധ്യതകളാണ്. ധനവാന് എല്ലാ സമൃദ്ധികളും ഉണ്ടായിരുന്നു, ലാസറിന് ഒരു പിടി ഇല്ലായ്മകളും. ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെയൊക്കെ അവസാനം മരണശേഷം അബ്രാഹത്തിൻ്റെ മടിത്തട്ടിലേക്ക് ലാസർ കടന്നു ചെല്ലുന്നു. ഈ ലോകത്ത് ഒരുപാട് സുഖസൗകര്യങ്ങൾ അനുഭവിച്ച ധനവാൻ നിത്യനരകാഗ്നിയിലേക്കും പോവുകയാണ്. ധനവാൻ ഇവിടെ തിന്മ ചെയ്തതായിട്ടൊന്നും വചനം പറയുന്നില്ല. നമ്മുടെ കാഴ്ചപ്പാടിൽ ധനവാൻ ഒരുപാട് സഹായിക്കുന്നുമൊക്കെ ഉണ്ടായിരിക്കാം. നമ്മുടെയൊക്കെ വായനയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവൻ്റെ പടിവാതിക്കൽ കിടക്കുവാനായിട്ട് ധനവാൻ അനുവദിക്കുന്നുമൊക്കെയുണ്ട്. ഒരു തിന്മ ചെയ്തതായിട്ട് നാം കാണുന്നില്ല എങ്കിലും ധനവാന് സ്വർഗം നഷ്ടമാകുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നാം തിരിച്ചറിയേണ്ട ഒരു സത്യമെന്ന് പറയുക, നാം ചെയ്യുന്ന ചില കർമ്മങ്ങൾ മാത്രമല്ല, ചെയ്യേണ്ടിയിരുന്നത് ചെയ്യാത്തതും ഒരു പാപമാണ്. ധനവാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അവൻ ചെയ്യേണ്ടിയിരുന്ന പലതും ചെയ്യാതെ പോയത് കൊണ്ടാണ് അവന് സ്വർഗം നഷ്ടമായത്. നമ്മുടെ അനുദിന ജീവിതത്തിലെ ദൈവം നൽകുന്ന സമൃദ്ധികളൊക്കെ നമുക്ക് വേണ്ടി മാത്രമാണെന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാവാതിരിക്കട്ടെ. ധനവാനാകുന്നത് ഒരു പാപമാണെന്നൊന്നും വചനം പറയുന്നില്ല. നിന്റെ സമൃദ്ധികളെ പങ്കുവയ്ക്കുവാൻ മനോഭാവമില്ലാതെ പോകുമ്പോൾ, നിനക്ക് ചെയ്യുവാൻ സാധ്യമാകുന്ന നന്മകളെ ചെയ്യുവാൻ സാധ്യമാകാതിരിക്കുമ്പോൾ, മനസ്സ് മടിക്കുമ്പോഴൊക്കെ നീ പാപത്തിലേക്ക് കടന്നു പോവുകയാണ്. തൻ്റെ കുറവ് തിരിച്ചറിഞ്ഞ ധനവാൻ അബ്രാഹത്തോട് ചോദിക്കുന്നുണ്ട്, അബ്രാഹമേ, നീ ലാസറിനെ എൻ്റെ കൂടപ്പിറപ്പുകളുടെ അടുത്തേക്ക് അയക്കണമേ, അവരെങ്കിലും നന്മയിലേക്ക് എത്തപ്പെടട്ടെ എന്ന്. അബ്രാഹത്തിൻ്റെ ഉത്തരം ഇപ്രകാരമായിരുന്നു, അവർക്ക് മോശയും പ്രവാചകന്മാരുമൊക്കെയുണ്ട്. പഴയ നിയമഗ്രന്ഥത്തിലൂടെ നാം കടന്നു പോകണമെന്നാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. വിശുദ്ധ ബൈബിളിൻ്റെ ആദ്യ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ, പഞ്ചഗ്രന്ഥിയിലൂടെ കടന്നുകൊണ്ട് മോശയെയും പ്രവാചകന്മാരിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളെയും നാം ചെയ്യേണ്ട കാര്യങ്ങളെയും ഒക്കെ വചനം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവിത വഴിത്താരയിൽ പുതിയ പ്രകാശത്തിൻ്റെ കാരണമാവും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിത ഇടങ്ങളിൽ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് ജീവിക്കുവാൻ കിട്ടിയ സൗഭാഗ്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി മാത്രമല്ലാതെ തിരിച്ചറിവിൽ ഈശ്വര സന്നിധിയിൽ അപരൻ്റെ നന്മയ്ക്കു വേണ്ടി കൂടെ അവ കാരണമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.